ചിറക് വിരിച്ചുകൊണ്ട് അബാബിൽ പക്ഷികളെ പോലെ പറന്നു വരുന്ന ആ തരത്തിൽ നമ്മളെ തോന്നിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളാണ് ഇസ്രായേലിൽ നിന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇസ്രായേലിലെ പ്രധാനമായിട്ടുള്ള ടെൽ-അവീവ് എന്ന് പറയുന്ന നഗരത്തിൽ എല്ലാ ദിവസവും ഇപ്പോൾ രാത്രികാലങ്ങളിൽ കാണുന്നത് ഇത്തരം പതിവ് കാഴ്ചകളാണ്. ഇത് 2 ദിവസങ്ങൾക്ക് മുമ്പ് അൽ ജസീറ പുറത്തുവിട്ട ഒരു വീഡിയോ ദൃശ്യമാണ്. ഇസ്രായേലിലെ വെസ്റ്റ് ജെറുസലേമിന്റെ ആകാശത്തിന് മുകളിൽ കണ്ട ഒരു ദൃശ്യമാണ്. നിരവധി ക്ലസ്റ്റർ മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറന്നു വരുന്ന ഒരു കാഴ്ചയാണ്. ഇത് അവിടെ നിന്നുള്ള മറ്റൊരു ദൃശ്യമാണ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അബാബിൽ പക്ഷികൾ കൂട്ടം കൂട്ടമായി പറന്നു വരുന്ന തരത്തിൽ നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതെല്ലാം ഇറാന്റെ മിസൈലുകളാണ്. ഇസ്രായേലിലെ പതിവ് കാഴ്ചകളെല്ലാം ഇപ്പോൾ ഇതാണ്. രാത്രികളിൽ അവിടെയുള്ള ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഇസ്രായേൽ ജനതയുടെ ജനവാസമെല്ലാം ഇപ്പോൾ സദാസമയം ബങ്കറുകളിലാണ്. അവസാനിക്കാത്ത നിരന്തരമായ സൈറണുകളാണ് ഇസ്രായേലിലെ നഗരങ്ങളിലെല്ലാം കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇസ്രായേലിൽ ഇറാന്റെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിലെ ചില വാർത്താക്കുറിപ്പുകൾ ഞാനൊന്ന് കാണിക്കാം. ഇത് അൽ ജസീറ പുറത്തുവിട്ട ഒരു വാർത്തയാണ്. ഇതിൽ ഇറാനിയൻ മിസൈൽ സെൻട്രൽ ഇസ്രായേലിൽ, അതായത് ഇസ്രായേലിന്റെ നഗരമധ്യത്തിലുള്ള പെറ്റാച്ച് ടിക്കുവയുടെ അടുത്തേക്ക് വീണ മിസൈലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആ നഗരത്തിൽ വലിയ രീതിയിൽ തീ കത്തിപ്പടരുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതും അൽ ജസീറ പുറത്തുവിട്ട വാർത്തയാണ്. ഇതിനകത്ത് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരമായ ടെൽ-അവീവിൽ ഇറാനിയൻ മിസൈൽ പതിച്ചുണ്ടായ അതിന്റെ ആഘാതവും നാശനഷ്ടങ്ങളുമെല്ലാം വ്യക്തമായി കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലെ നിരന്തരമായ ധാരാളം വാർത്തകൾ കാണാൻ സാധിക്കും. വലിയ നാശനഷ്ടങ്ങൾ ടെൽ-അവീവ് അടക്കമുള്ള നഗരങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, DW എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര മാധ്യമമാണ്. അതിനകത്തൊരു മാധ്യമ പ്രവർത്തക അവർ ഇസ്രായേലിലെ ഒരു ഹോസ്പിറ്റൽ സന്ദർശിക്കുകയും അവിടെ ആളുകൾക്ക് സംഭവിക്കുന്ന പരിക്കുകളെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചെല്ലാം അവർ വിവരിച്ചു വെക്കുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ പരിക്കേറ്റ് കിടക്കുന്ന ആ ഇസ്രായേലിലെ ഓരോ ജനങ്ങളും അവരുടെ ഓരോ അനുഭവങ്ങൾ അതിനകത്ത് പങ്കുവെക്കുന്നുണ്ട്. മിസൈലുകൾ വന്ന് വീഴുന്നതും അവിടെ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഭയപ്പാടോടുകൂടി ഇസ്രായേലിലെ ഓരോ ജനങ്ങളും വിശദീകരിക്കുന്നത് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഞാൻ ഇന്നൊരു വാർത്ത കേട്ടു. ഇസ്രായേലിൽ നിന്നും മടങ്ങിയെത്തിയ ഒരു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകന്റെ ഒരു വാർത്തയായിരുന്നു അത്. ഈ പുറത്ത് കേൾക്കുന്നതൊന്നുമല്ല ഇസ്രായേലിലെ സ്ഥിതി. അവിടെ ബങ്കറുകളിൽ പോലും മനുഷ്യന്മാർ മരിച്ചു വീഴുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ആ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകൻ നടത്തിയത്. നോക്കൂ, തനിക്കും തൻ്റെ രാജ്യത്തിനും ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ, നഷ്ടങ്ങൾ അത് പുറം ലോകം അറിയരുത്, അതിലൂടെ നാണക്കേട് ഉണ്ടാകരുത് എന്ന് നെതന്യാഹു ആഗ്രഹിക്കുകയാണ്. പക്ഷെ എത്ര തന്നെ ഒളിപ്പിച്ചാലും, എത്ര തന്നെ വാമൂടി കെട്ടിയാലും സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. കുറെ കാലം ഗസയിലെ ജനങ്ങൾ അനുഭവിച്ചതല്ലേ. അവിടെയുള്ള പിഞ്ചുമന മക്കൾ, അവരുടെ പ്രയാസങ്ങൾ നമ്മളെല്ലാവരും കണ്ടതല്ലേ. ആ പ്രയാസങ്ങളും അതിൻ്റെ വേദനയുടെ ആഴവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇസ്രായേൽ ജനതയും തിരിച്ചറിയേണ്ടതുണ്ട്.